ആരാണ് ഈ ശമരിയക്കാരത്തി സ്ത്രീയെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഒരു സാധാരണ പ്രവാചകനാണോ? അല്ല. അവൾ യേശുവിനെ കുറിച്ചുള്ള അറിവിലൊരു പ്രോഗ്രഷൻ ഉണ്ട് കേട്ടോ. ആദ്യം അവൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു, നീ ഒരു യഹൂദനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ യേശു അവളുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രവാചകനാണെന്നുള്ള ബോധ്യത്തിലാണ് അവൾ നിൽക്കുന്നത്. പക്ഷെ അതിനപ്പുറമായിട്ട് ഒരു റെവലേഷൻ അവൾ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. യേശുവിനെക്കുറിച്ച് പലർക്കും പല റെവലേഷനാണ് കേട്ടോ. അവരുടെ വാക്കുകളിൽ, സംസാരങ്ങളിലൊക്കെ ആ വെളിപ്പാട് പ്രകടമായി വരും. അതൊക്കെ പാർഷ്യൽ റെവലേഷൻസ് ആണ്, ഭാഗികമായ വെളിപ്പാടുകളാണ്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഒരിക്കൽ ഫേസ്ബുക്ക് വോളിൽ ആരോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: യേശുവിൻ്റെ ഒരു ഫോട്ടോ, യേശുവിൻ്റെ അതെന്ന് പറയുന്ന ഫോട്ടോ. ആരും വഴക്കുണ്ടാക്കാൻ വരില്ല, യേശുവിൻ്റെ ഫോട്ടോ വാസ്റ്റർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച്. യേശുവിൻ്റെ അന്ന് നാട്ടുകാർ പറയുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, താടി മീശയൊക്കെ ഉള്ളൊരു യേശു, ആ ഫോട്ടോയാണ് ഇട്ടത്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ടൈയും കോട്ടും കെട്ടിയ യേശുവാണ്. പിന്നെ കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ടുണ്ട്. താഴെ ഒരു അടിക്കുറിപ്പുണ്ട്, ഡോക്ടർ യേശു. അപ്പോൾ എനിക്ക് വളരെ ചിരി വന്നത് കണ്ടിട്ട്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ഡോക്ടറാണ്. ഈ ശമരിയക്കാരത്തി സ്ത്രീക്കുണ്ടായ പ്രാഥമിക റെവലേഷൻ പോലെയാണ്. പ്രവാചകനാ നീ ആരാണ് പ്രവാചകൻ? യേശുവിനെ പല വിധത്തിൽ കാണുന്ന ആളുകളുണ്ട്. ചിലർക്ക് യേശു ഒരു ഡോക്ടറാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയത്തില്ലേ, അവൻ വൈദ്യന്മാരുടെ വൈദ്യനാണ്, വലിയ ഡോക്ടറാണ്. അതൊക്കെ പ്രാഥമിക റെവലേഷനാണ്, വളരെ പ്രിലിമിനറിയാണ്, ബേസിക്കാണ്. അതിനപ്പുറമായിട്ടുള്ളൊരു റെവലേഷനുണ്ട്, അതിനപ്പുറമായിട്ടുള്ളൊരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു ലെവലുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ യേശു ഡോക്ടറാണ്. അതിനോടൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ പരിചയമുള്ള നല്ല നല്ല ഒത്തിരി ഡോക്ടർമാരില്ലേ? എല്ലാ ദിവസവും നമ്മൾ ആ ഡോക്ടറെ കാണാൻ പോകുമോ? ഇല്ല. അസുഖം ഉള്ളപ്പോഴേ നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ, ആ ഡോക്ടറെ കാണാൻ പോകത്തുള്ളൂ. കാണാൻ ചെന്ന് അദ്ദേഹം ഒരു 5 ദിവസത്തെ മരുന്ന് എഴുതി തരും. 5-ാം ദിവസം പിന്നെയും വരാൻ പറയും. നമ്മൾ പോകത്തില്ല. 6-ാം ദിവസം നമ്മൾ പോകത്തില്ല. 5-ാം ദിവസം പോകത്തില്ല. എന്താ കാരണം നമ്മുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ കാണാൻ പോകത്തില്ല. പലർക്കും യേശു കേവലം ഒരു ഡോക്ടർ. അസുഖം വരുമ്പോൾ മാത്രം യേശുവിനെ കാണാൻ വരും. റെവലേഷൻ്റെ വളരെ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണത്. ഞങ്ങളുടെ ചർച്ചിൻ്റെ ആരംഭകാലത്ത് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നു. ശിവ് ചരൺ ദാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബംഗാളിൽ നിന്നുള്ളൊരു സഹോദരനാണ്. ഇത് ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ കൈവിട്ട ഒരു കേസ്. എൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ നിൽക്കുമ്പോൾ ഞാൻ ഓർത്ത്, ഈ മനുഷ്യൻ മിക്കവാറും മരിച്ചു പോകും. സത്യം പറയുന്നത് കേട്ടോ. കാരണം അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഒരു മിറക്കിൾ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വയ്യാത്ത പോലെ ഉള്ളൊരു ആരോഗ്യസ്ഥിതി. എനിക്ക് ആ മനുഷ്യൻ്റെ തലേ കൈവെക്കാൻ പേടിയായിരുന്നു. കാരണം നമ്മളെങ്ങാനും തലേ കൈവച്ച് ഇയാൾ സ്ലെയിൻ ഡൈവ് എല്ലാം വീഴുവെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മതി ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ. പേടിച്ചാൽ തലേ കൈവച്ച്, കർത്താവേ കുഴപ്പമൊന്നും വരല്ലേ, പ്രാർത്ഥിച്ചു. 2-3 ആഴ്ച ആ മനുഷ്യൻ സഭായോഗത്തിന് വന്നു. പിന്നെ ആളിനെ കണ്ടില്ല. ഞാൻ സത്യം പറയാമല്ലോ, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ആൾ ചത്തുപോയിക്കാണോ അതാ വരാത്തതെന്ന്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ബൈന്ദർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എന്തോ ആവശ്യത്തിന് ട്രെയിൻ പിടിക്കാൻ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ നല്ല മിടുക്കനായിട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇൻസേർട്ടൊക്കെ ചെയ്ത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ നല്ല കുട്ടിക്കുറുമ്പനെ പോലെ നിൽക്കുന്നു. ശരിക്കും അന്ന് എല്ലാം കൂടി ഒരു 35-40 കിലോയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരും. ഇന്നൊരു 55-60 കിലോ വെയിറ്റ് നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ ഒരു ഷേപ്പ് ഉണ്ട്. ആ പണ്ട് വന്ന പുള്ളിയുടെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട്ട് പോയി അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ ശിവചരൺ ദാസ് അല്ലയോ? അപ്പം പറഞ്ഞു, അതെ ആന്നാന്ന്. പാസ്റ്ററെ കണ്ടപ്പോൾ വലിയ സന്തോഷം. എന്നിട്ട് എടുത്ത വായിൽ എന്നോട് പറയാ, യേശു എന്നെ സൗഖ്യമാക്കി. ശരിക്കും കംപ്ലീറ്റ് ഹീലിംഗ് ആയി മനുഷ്യൻ. ഒരു 3-4 മാസം കൊണ്ട് 10-20-25 കിലോ വെയിറ്റ് ഗെയിൻ വരെയാക്കി വന്നു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അയ്യോ ഇത്രയും വലിയ സൗഖ്യം കിട്ടിയിട്ട് എന്താ പിന്നെ ചർച്ച വരാത്തത്? അപ്പോൾ പുള്ളി എടുത്ത വായിൽ എന്നോട് പറയാ, സൗഖ്യം കിട്ടിയില്ലേ, ഇനി എന്തിനാ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഡോക്ടർ യേശുവിനെ കാണാനാണ് വന്നത്. ഡോക്ടർ യേശുവിനെ കിട്ടി, പിന്നെ ആളിന് അങ്ങോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം നമ്മളിങ്ങനെ യേശുവിനെ പല റെവലേഷൻസിൽ നിർത്തുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളുടെ മണ്ഡലത്തിൽ ചിലപ്പോൾ ചിലർക്ക് യേശു കൗൺസിലറാണ് അല്ലേ?
അങ്ങനെയൊക്കെ പറയത്തില്ല. ഏറ്റവും നല്ല കൗൺസിലറാണ് യേശു. നല്ല കാര്യം, കൗൺസിലറാണ്, ഡോക്ടറാണ്. ചിലർക്ക് യേശു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റാണ് കേട്ടോ. നമ്മളാകെപ്പാടെ പൊട്ടി നിൽക്കുമ്പം കർത്താവേ ഏത് ഷെയർ എടുത്താൽ രക്ഷപ്പെടുമെന്ന് ചോദിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഈ ഷെയറിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിന് എതിരാണ് കേട്ടോ. ഞാനൊരിക്കലും ഒരു മീറ്റിങ്ങിൽ അത് പ്രസംഗിച്ചു. കേരളത്തിൽ നിന്നൊരു ഷെയർ ബ്രോക്കർ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. നിങ്ങൾ ആ വാക്ക് പിൻവലിക്കണം, ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൺവിക്ഷൻസിൽ നിന്ന് ഞാൻ മാറത്തില്ല. വടവർ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷെയറിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. ഇത് ഫിന്നി പാസ്റ്ററുടെ പൊട്ടം ബുദ്ധിക്കകത്ത് പറഞ്ഞതാണെന്ന് ചിന്തിച്ചങ്ങ് വിട്ടേര് കേട്ടോ. എന്തായാലും ചിലർക്ക് യേശു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ്. കർത്താവെ നാളെ ഏത് കമ്പനിയാണ് പൊങ്ങുന്ന നിന്നെ എന്നോടൊന്ന് പറയണം. വളരെ പ്രിലിമിനറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രാഥമികമാണ് യേശുവിനെ കുറിച്ചുള്ള റെവലേഷൻ. ഈ ശമരിയാക്കാരത്തി സ്ത്രീയോട് യേശു പറയുകയാണ്, നീ ഇപ്പം വന്നെത്തി നിൽക്കുന്ന റെവലേഷൻ ജീസസിനെ ഒരു പ്രോഫറ്റായി കാണുന്ന റെവലേഷനാണ്. നിന്റെ അന്തരംഗത്തിലുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രോഫറ്റ് മാത്രമാണ് നിനക്ക് യേശു. പക്ഷേ അതിനപ്പുറമായൊരു യേശുവിനെ കുറിച്ച് നീ അറിയണം. ഇഫ് യു നോ അബൌട്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നിനക്കറിയാമെങ്കിൽ, ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നീ അവനോട് ചോദിക്കും. എന്തു ചോദിക്കും? ഹല്ലേലൂയ. ഒരു നേരം കുടിച്ചാൽ ദാഹം പറ്റുന്ന വെള്ളം നീ ചോദിക്കത്തില്ല. ഒരിക്കലും ദാഹം പറ്റാത്ത നിത്യജീവൻ്റെ വെള്ളമേ നീ ചോദിക്കത്തുള്ളൂ. ശരിയല്ലേ? ദാതാവിനെ അറിഞ്ഞ് ദാനം ചോദിക്കണം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് കേട്ടാട്ടെ. ദാതാവിനെ അറിഞ്ഞ് ദാനം ചോദിക്കണം. ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചോദിച്ചിട്ട്. ഞാൻ സത്യം പറയാമല്ലോ, എൻ്റെ ശരീരത്തൊക്കെ ചിലപ്പോഴൊക്കെ ചെറിയ വേദനയും ചെറിയ അസുഖങ്ങളും വെളിപ്പെടുമ്പം എൻ്റെ മനസ്സ് പറയടാ, ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാം. ഏതിന്? ഈ അസുഖം മാറാനേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയാം, എന്തൊരു പൊട്ടത്തരമാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ അസുഖം മാറാൻ 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കണം. ഈ ചെറിയ അസുഖം മാറാൻ ഞാൻ 21 ദിവസം ഫാസ്റ്റിങ്ങിൽ ഇരിക്കണം. ഇല്ല, ഞാനൊരു 3 ദിവസം ഇരിക്കുകയാണെങ്കിൽ, ഞാനൊരു 7 ദിവസം ഇരിക്കുകയാണെങ്കിൽ, ഞാനൊരു 21 ദിവസം ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചിലത് എൻ്റെ യേശുവിൽ നിന്ന് പ്രാപിക്കണം. അത് വേറെ ആർക്കും തരാൻ പറ്റാത്തത് അവൻ്റെ കയ്യിലേ ഉള്ളൂ. ഈ സൗഖ്യവും വിടുതലും ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവും ഒക്കെ, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണം കേട്ടോ. അത് പലപ്പോഴും ലോകത്തിലെ പല ഏജൻസീസിനും പല വ്യക്തികൾക്കും നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ പോയി നിൽക്കുന്നത് ആരുടെ മുമ്പിലാണെന്നറിയാമോ? അവന് മാത്രം തരാൻ പറ്റുന്ന, ദാറ്റ് സംതിങ് വിച്ച് ഹീ ക്യാൻ ഓൺലി ഗീവ്. അവന് മാത്രം തരാൻ പറ്റുന്ന ചിലതുണ്ട്. അവനോട് ചോദിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അതേ ചോദിക്കാവുള്ളൂ. യേശു നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വന്നാൽ ഈ കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ച് വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ മുറിക്കകത്ത് ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരികയാണെങ്കിൽ, ഹല്ലേലൂയ, ചെറിയ ചോദ്യങ്ങൾ. കർത്താവിൻ്റെ മുട്ടുവേദന മാറ്റണം. എൻ്റെ പൊന്നു ദൈവമക്കളെ, അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം, ദ ക്രിയേറ്റർ, നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി നിൽക്കുക, എൻകൗണ്ടർ ഉണ്ടായി നിൽക്കുക. നിങ്ങൾ ഈ മുട്ടുവേദനയുടെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ വേസ്റ്റ് ആക്കല്ല. വേറെ ആർക്കും തരാൻ പറ്റാത്ത ചിലത് നിങ്ങൾ ചോദിക്കണം. അതാ ശലോമോൻ്റെ ബുദ്ധി. ശലോമോൻ ധനമോ മാനമോ ശത്രുസംഹാരമോ ഒന്നും ചോദിച്ചില്ല. നമ്മൾ ശത്രുസംഹാരം ചോദിക്കും അല്ലേ? ശത്രുസംഹാരം. ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, പെന്തക്കോസ്തുകാർ ചെയ്യുന്ന കൂടോത്രങ്ങൾ എന്ന് പറഞ്ഞ്. പെന്തക്കോസ്തുകാർ കൂടോത്രം ചെയ്യുമോ? നമ്മുടെ എതിര് പ്രാർത്ഥനയുണ്ടല്ലോ. ചിലർ സാക്ഷ്യം പറയും, എൻ്റെ ബോസ് എനിക്ക് ഭയങ്കര എതിരായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ കസേര തെറിപ്പിച്ചെന്ന്. എനിക്ക് അങ്ങനെ ഒരു കർത്താവിനെ അറിയത്തില്ല കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ യേശു അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു അല്ല. ഞാൻ പറഞ്ഞു, ഇത് പെന്തക്കോസ്തുകാരുടെ കൂടോത്രമാണ്. പാവം പിടിച്ച ബോസ്, എന്ത് ഗ്രഹപ്പഴയ്ക്കാണ് നിന്റെ ബോസായിട്ട് മാറിയത്. അപ്പം ശത്രുസംഹാരം അല്ലേ? ശത്രുസംഹാരം. ഈ മറ്റ് വിശ്വാസങ്ങളിലൊക്കെ ശത്രുസംഹാര പൂജയുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു കളയും, കർത്താവേ എൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കണം. പോകട്ടെ, ഹല്ലേലൂയ. ഇതൊന്നും ശലോമോൻ ചോദിച്ചില്ല. ശലോമോൻ പറഞ്ഞു നമ്മുടെ ഭാഷയിൽ, കർത്താവ് എനിക്ക് കൃപ വേണം, എനിക്ക് കൃപ വേണം, എനിക്ക് കൃപ വേണം. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവ്. ഇന്ന് രാത്രി പറയാൻ പറ്റും, എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവ്, എനിക്ക് കൃപ മതി, എനിക്ക് കൃപ മതി, എനിക്ക് കൃപ മതി. ഇവിടെ ഒരു ഭയങ്കര രഹസ്യം കിടപ്പുണ്ട് കേട്ടോ. ദൈവത്തിന് അത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവം ശലോമോന് പറയാ, എടാ ഇന്ന് വരെ ഞാൻ ആരുടെയൊക്കെ അടുക്കൽ ചെന്നിട്ട്
ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അവരെല്ലാം എന്നോട് ചോദിച്ചത്, കർത്താവേ, ശത്രു സംഹാരം വേണം, പിന്നെന്ത് വേണം, പിന്നെ എൻ്റെ സാമ്പത്തിക ലെവലിൽ ഒരു മാറ്റമുണ്ടാകണം, സമ്പത്ത് വേണം, എനിക്ക് പേര് വേണം, എനിക്ക് മാന്യത ഉണ്ടാകണം, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നീ ഇതൊന്നും ചോദിക്കാതെ എന്നോട് കൃപ ചോദിച്ചത് കൊണ്ട് നീ ചോദിച്ചത് തരുന്നത് കൂട്ടത്തിൽ, അസാധാരണ ദൈവകൃപ നിൻ്റെ മേൽ പകരുന്ന കൂട്ടത്തിൽ, നീ ചോദിക്കാത്ത സകല അനുഗ്രഹങ്ങൾ ഞാൻ നിൻ്റെ മേൽ പകരും.